ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെൽക്കം ഹോം എന്ന മൂവിയാണ്. ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത മൂവിയാണിത്. സെൻസസ് എടുക്കാൻ പോയ 2 പെൺകുട്ടികൾ വിജനമായ ഒരു വീട്ടിൽ അനുഭവിക്കേണ്ടി വന്ന ക്രൂര പീഡനങ്ങളുടെ കഥ. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കാടും മറ്റുമുള്ള ഒരു വിജനമായ സ്ഥലത്തുകൂടി ഒരാൾ ബൈക്ക് ഓടിച്ചു വന്ന ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റിൽ എന്തൊക്കെയോ നമ്പേഴ്സ് എഴുതുകയാണ്. അയാൾക്ക് ആ സമയത്ത് വല്ലാതെ ദാഹിക്കുന്നുണ്ടായിരുന്നു. അടുത്തെങ്കിലും തന്നെ വെള്ളം വാങ്ങിക്കാൻ ഒരു വീടും അയാൾ കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങ് ദൂരെ നിന്നും ഏതോ ഒരു സ്ത്രീയുടെ അലർച്ച അയാൾ ചെറുതായിട്ട് കേൾക്കുന്നു. അപ്പോഴാണ് അവിടെ ഒരു വീടുള്ളതായിട്ട് അയാൾ കാണുന്നത്. അങ്ങനെ അയാൾ ആ വീടിന്റെ ഡോറിന്റെ പുറത്ത് പോയി മുട്ടുന്നുണ്ട്, കുറച്ച് വെള്ളത്തിന് വേണ്ടിയിട്ട്. അപ്പോഴും വീടിനുള്ളിൽ നിന്ന് ഒരു സ്ത്രീയുടെ അലർച്ച കേൾക്കാമായിരുന്നു. അയാൾ തുടർച്ചയായി ഡോറിന് മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അകത്ത് നിന്ന് വോക്കേഴ്സിന്റെ സഹായത്തോടു കൂടി ആരോ ഡോറിന്റെ അടുത്തേക്ക് നടന്നു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അനുജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ അവിടെ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യാൻ വന്നിരിക്കുകയായിരുന്നു. എന്നാൽ അവിടെ ഫിയാൻസിക്ക് അവൾ ഇങ്ങനെ ജോലി ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല. അയാളുടെ അമ്മയും അവളെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു ഈ ജോലി രാജിവെക്കാൻ. എന്തായാലും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പോഴേ നിർത്താനാണ് അയാൾ പറയുന്നത്. പക്ഷെ അവൾക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. തന്റെ ജോലി അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു അനുജയ്ക്ക് ഇഷ്ടം. അത് മനസ്സിലാക്കി അയാളാകട്ടെ അവളുടെ അച്ഛനെ കൊണ്ട് അവളെ വിളിപ്പിക്കുകയും കുറെ വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ അവൾ ആകെ സ്ട്രെസ്സിലായിരുന്നു. അങ്ങനെ അനുജ ജോലിക്ക് കയറാൻ നേരത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സാർ അവളോട് വന്നിരുന്ന് കാര്യമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അയാളുടെ സംസാരമൊന്നും അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവള് തന്നെ സ്കൂളിലെ മറ്റൊരു ടീച്ചറായിരുന്നു നേഹ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കുട്ടികളെ പഠിപ്പിക്കലും മറ്റുമായിട്ട് കടന്നുപോയി. അത് കഴിയുമ്പോൾ ടീച്ചേഴ്സിന് സെൻസസ് എടുക്കാനുള്ള ഡ്യൂട്ടി കിട്ടുന്നുണ്ട്. ആ കൂട്ടത്തിൽ അനുജയുടെ കൂടെ നേരത്തെ അവളോട് സംസാരിച്ച ആ ഒരു സാറിനെ കൂടിയായിരുന്നു നിയമിച്ചിരുന്നത്. എന്നാൽ അനുജ പറയുന്നുണ്ട് താൻ ഒരു ആണിന്റെ കൂടെ കംഫർട്ടബിൾ അല്ല, ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്ന്. ഇത് കേട്ടുകൊണ്ട് നിന്ന് നേഹ പറയുന്നുണ്ട് അനുജയുടെ കൂടെ താൻ പോകാമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് സെൻസസ് എടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. ഓരോ വീടുകളും കയറി ഇറങ്ങി അവിടുത്തെ ആൾക്കാരുടെ എല്ലാം തന്നെ എണ്ണം എടുക്കാൻ തുടങ്ങി. അതിനിടെ ഒരു വീട് മാത്രം അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നേഹ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല, ഒരു വീടല്ലേ, നമുക്കത് വിട്ടിട്ട് പോകാമെന്ന്. എന്നാൽ അനുജ കേൾക്കുന്നില്ല. നമുക്ക് അതൊന്ന് അന്വേഷിച്ചു പോകാം എന്ന് പറഞ്ഞിട്ട് അവർ ആ വീട് അന്വേഷിച്ച് കുറെ ദൂരം പോയി. മെയിൻ ടൗണിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും എല്ലാം വിട്ടിട്ട് കാട് മാത്രമുള്ള കുറച്ച് ഭാഗത്തേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ദൂരം മുന്നോട്ട് പോയിട്ടും ആ വീട് കാണുന്നുണ്ടായിരുന്നില്ല. ഇവിടെ എങ്ങും ഒരു വീടുള്ളതായിട്ട് തോന്നുന്നില്ല. അതൊക്കെ ചിലപ്പോൾ പഴയ വീട് വല്ലതും ആയിരിക്കും, അവിടെ എങ്ങാനും ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകാമെന്ന് നേഹ പറയുന്നു. അത് ശരിയായിരിക്കുമെന്ന് അനുജയ്ക്കും തോന്നിയിട്ട് അവളും തിരിച്ചു പോകാൻ തുടങ്ങുകയായിരുന്നു. ആ സമയത്താണ് ദൂരെയായിട്ട് അവൾ ആ വീട് കാണുന്നത്. കണ്ട സ്ഥിതിക്ക് എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടേക്ക് പോയി. അവർ കുറെ നേരം ആ വീടിന്റെ ഡോറിന് തട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ ആരും തന്നെ തുറക്കുന്നില്ല. നല്ലപോലെ മഴ വരാനും ആരംഭിച്ചു. പെട്ടെന്ന് വാതിൽ തുറന്ന് ഒരു പെൺകുട്ടി അതിന്റെ ഇടയിലൂടെ നോക്കുന്നു. സെൻസസ് എടുക്കാൻ വന്നതാണെന്നും ഉള്ളിലോട്ട് കയറിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടും ആ പെൺകുട്ടി ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയായിരുന്നു. മഴ പെയ്യുന്നുണ്ട്, വാതിൽ തുറക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒടുവിൽ ആ പെൺകുട്ടി വാതിൽ തുറന്നു. അവളുടെ പേര് പ്രേരണ എന്നായിരുന്നു. ഏകദേശം 9 മാസത്തോളം അടുപ്പിച്ച് അവൾ ഗർഭിണിയായിരുന്നു. ഇവരോട് അധികമൊന്നും തന്നെ അവൾ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ആകെ ഒരു വല്ലാത്ത രീതിയിലായിരുന്നു അവളുടെ പെരുമാറ്റം എല്ലാം തന്നെ. അകത്തെ റൂമിലേക്ക് കയറിയിരുന്ന അവരാകട്ടെ ഓരോ ചോദ്യങ്ങളായിട്ട് അവളോട് ചോദിക്കാൻ തുടങ്ങി. അവളുടെ പൂർണ്ണമായിട്ടുള്ള പേര് ചോദിക്കുമ്പോൾ അവൾ ഒന്നും തന്നെ മിണ്ടാതെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അങ്ങോട്ടേക്ക് നോക്കിയിരുന്നു. എന്നാൽ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് അമ്മയും ഞാനും പിന്നെ അയാളും. അയാൾ എന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഹസ്ബൻഡിനെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല. പിന്നെ ബോല ഉണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. ബോല ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൾ വീണ്ടും ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് തന്നെ നോക്കുകയായിരുന്നു. ഇവൾ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് അനുജയ്ക്ക് ഒട്ടും മനസ്സിലായില്ല. നേഹ ചോദിക്കുന്നുണ്ട് നിന്റെ ഈ ബോല എന്താ ചെയ്യുന്നതെന്ന്. ബോല ആഹാരം വയ്ക്കുമെന്ന് അവൾ പറയുന്നു. ഇത് കേട്ടപ്പോൾ നേഹ പറയുന്നുണ്ട് അവൻ കുക്കായിരിക്കുമെന്ന്. അങ്ങനെ തൽക്കാലം അവർ അതെല്ലാം തന്നെ നോട്ട് ചെയ്ത് വെക്കുകയാണ്. അവൾ ഗർഭിണി ആയിരിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ അവൾ ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ആദ്യത്തെ കുഞ്ഞാണോ എന്ന്. ഇത് ആദ്യത്തെ പ്രസവമല്ല എന്ന് പ്രേരണ പറയുന്നു. അനുജ ചോദിക്കുന്നു ബാക്കി കുട്ടികളൊക്കെ എവിടെ, എനിക്ക് എല്ലാവരുടെയും എണ്ണം വേണമെന്ന്. എന്നാൽ അവൾ ഒരു കൂസലും ഇല്ലാതെ പറയുന്നുണ്ട് ഓരോ തവണയും കുഞ്ഞു ജനിക്കും, കുറച്ചു നേരം കരയും, അത് കഴിയുമ്പോൾ മരിച്ചു പോകും. അവൾ അങ്ങനെ പറയുന്നത് കേട്ട് അനുജയും നേഹയും ഒന്ന് ഞെട്ടി. എല്ലാ കുട്ടികളും അങ്ങനെ മരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതേന്നാണ് അവൾ പറയുന്നത്. എന്നിട്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവളുടെ അമ്മ എന്ന് പറഞ്ഞ ആ സ്ത്രീ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരാ, എന്താ വേണ്ടത് എന്നൊക്കെ അവർ ചോദിക്കുന്നു. ഞങ്ങൾ സെൻസസ് എടുക്കാൻ വന്നതാണെന്ന് അവർ പറയുന്നു. കാര്യം കഴിഞ്ഞെങ്കിൽ പൊയ്ക്കോടെ എന്ന് ചോദിക്കുമ്പോഴേക്കും അവർ രണ്ടുപേരും അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. എന്നാൽ അനുജയുടെ മനസ്സിൽ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ വിചിത്രമായിട്ട് ഇവിടെ നടക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവർ പുറത്തിറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ആ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളുമായിട്ട് ഒരാൾ കയറി വരുന്നുണ്ടായിരുന്നു. പ്രേരണ നേരത്തെ പറഞ്ഞ ബോല
ഇതാണെന്ന് അവർക്ക് മനസ്സിലായി. അയാളാകട്ടെ ഇവരെ രണ്ടുപേരെയും നോക്കി ഒരു വല്ലാത്ത രീതിയിൽ ചിരിക്കുന്നു. രണ്ടുപേരും തിരിച്ച് സ്കൂളിലെത്തി നേഹയെ കാത്ത് അവളുടെ സഹോദരൻ നിൽപ്പുണ്ടായിരുന്നു. നീ ഇത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചിട്ട് അവളെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. എന്നാൽ താൻ സെൻസസിന്റെ ആവശ്യത്തിന് പോയതാണെന്ന് അവൾ പറയുന്നു. അവൾ തന്റെ ബാഗിന്റെ സൈഡിലായിട്ട് സ്വന്തം ഫോട്ടോ പതിപ്പിച്ച ഒരു കീ ചെയിൻ തൂക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ അത് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്? നേഹയുടെ സഹോദരൻ അവളുടെ അടുത്ത് വലിയ സ്ട്രിക്റ്റ് ആയിരുന്നു. അനാവശ്യമായിട്ട് കറങ്ങി നടക്കുകയോ കൂട്ടുകൂടി നടക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിന്നെ ഈ ജോലിക്ക് വിടില്ല എന്നയാൾ പറയുന്നു. കൂട്ടത്തിൽ അയാൾ അനുജയും പരിചയപ്പെടുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞ് അനുജ നേഹയോട് പറയുന്നുണ്ട്, നമ്മൾ അന്ന് പോയ ആ വീടില്ലേ, അവിടെ നമുക്ക് ഒന്നുകൂടെ പോകാമെന്ന്. കാരണം ആ പെൺകുട്ടിയുടെ ശരീരത്തെല്ലാം തന്നെ ഒരുപാട് മുറിവുകൾ കണ്ടിരുന്നു. അവളുടെ ഹസ്ബൻഡ് അവളെ നല്ലപോലെ തല്ലുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ നേഹ പറയുന്നുണ്ട്, അതൊന്നും നീ കാര്യമാക്കി എടുക്കണ്ട. എൻ്റെ അച്ഛനും എൻ്റെ അമ്മയെ ഒരുപാട് തല്ലാറുണ്ട്. അതൊക്കെ വെച്ചിട്ട് എന്തിനാ നീ അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്? എന്തായാലും അവിടെ എന്തൊക്കെയോ വിചിത്രമായിട്ട് നടക്കുന്നുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാമെന്ന് അനുജ നിർബന്ധിക്കാൻ തുടങ്ങി. ഒടുവിൽ നേഹയും സമ്മതിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും ആ വീടിന്റെ ഭാഗത്തേക്ക് എത്തി. മുകളിൽ നിന്ന് ബോല ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ വീണ്ടും വന്നോ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ ആ സെൻസസിന്റെ കാര്യത്തിന് വന്നതാണെന്ന് പറഞ്ഞിട്ട് അവർ അകത്തേക്ക് കയറുകയാണ്. ബോലയും അവരെ വളരെ കാര്യത്തിൽ സ്വീകരിക്കുന്നു. പ്രേരണ എവിടെ? അവളുടെ ഡെലിവറി കഴിയാൻ സമയമായി കാണുമല്ലോ എന്നവർ ചോദിക്കുന്നുണ്ട്. എന്നാൽ ബോല പറയുന്നുണ്ട്, അവളുടെ ആരോഗ്യം അത്ര ശരിയല്ല, അവൾ വേറെ റൂമിലാണെന്ന്. അവർ വീണ്ടും പ്രേരണയെ പറ്റി ചോദിക്കാൻ തുടങ്ങിയതോടെ മാജി ബോലയെ കണ്ണു കാണിക്കുന്നു. അവൻ പോയി മറ്റൊരാളെ വിളിച്ചു കൊണ്ടുവരികയാണ്. മാജി അയാളോട് പറയുന്നുണ്ട്, ഇവർ ആ സെൻസസിന് വന്ന ആൾക്കാരാണെന്ന്. എന്നാൽ അയാളാകട്ടെ ഒന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. 5 വർഷമായി അയാൾ മൗനമാണെന്നും അതുകൊണ്ടാണ് സംസാരിക്കാത്തതെന്നും കൂടെയുള്ളവർ പറയുന്നു. നിങ്ങൾ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ 10-25 വർഷമായി എന്നാണ് മാജി പറയുന്നത്. പ്രേരണയുടെ കുട്ടി എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും ഒന്ന് ഷോക്കിലാവുന്നു. കുറച്ചു നേരം അങ്ങനെ ഇരുന്നിട്ട് ആ മധ്യവയസ്കൻ എഴുന്നേറ്റ് പോയി അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അനുജയ്ക്കും നേഹയ്ക്കും മനസ്സിലായി എന്തോ പന്തികേടുണ്ടെന്ന്. അവർ രണ്ടുപേരും പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ സ്കൂട്ടിയുടെ അടുത്ത് എത്തിയപ്പോഴേക്കും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ബോല അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെ, നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അധിക ദൂരമൊന്നും പോകാൻ പറ്റില്ല എന്ന്. എന്നാൽ അനുജ എങ്ങനെയൊക്കെയോ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. നേഹ പറയുന്നുണ്ട്, ഈ മഴയത്ത് നമുക്ക് അധിക ദൂരം പോകാൻ പറ്റില്ല, തൽക്കാലം ഇവിടെ തന്നെ കുറച്ചു നേരം നിൽക്കാമെന്ന്. മഴ തോർന്നിട്ട് പോകാം. അങ്ങനെ അവർ വീണ്ടും ഉള്ളിലേക്ക് കയറി. മഴ നല്ലപോലെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബോല എല്ലാവർക്കും വേണ്ടിയിട്ട് ആഹാരം വിളമ്പുന്നു. അവരെല്ലാവരും മിണ്ടാതെ തന്നെ ഇരിക്കുകയാണ്. ആരും ഒന്നും തന്നെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കാരണം അനുജയ്ക്കും നേഹയ്ക്കും ആകെ ഒരു വല്ലായ്മയായിരുന്നു. എന്തായാലും ആഹാരം വെച്ചിരിക്കുന്നത് കഴിക്കാമെന്ന് കരുതിയിട്ട് നേഹ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാൻ തുടങ്ങിയതും അയാളാകട്ടെ അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നു. കാരണം ആഹാരം ആദ്യം ദൈവത്തിന് മുന്നിൽ കൊണ്ടുവച്ച ശേഷം പ്രാർത്ഥിച്ചിട്ടേ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. അതെല്ലാം കഴിഞ്ഞിട്ട് അവരോട് ആഹാരം കഴിച്ചോളാൻ പറയുന്നു. അനുജയും നേഹയും പേടിച്ചിരുന്നാണ് ആഹാരമെല്ലാം കഴിക്കുന്നത്. മഴ തോർന്നപ്പോൾ സമയം രാത്രിയായി. ഇനി അവരെ കൊണ്ട് ആ ഒരു വഴിയിലൂടെ വണ്ടി ഓടിച്ചു പോവുക എന്ന് പറയുന്നത് വളരെയധികം റിസ്ക് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് ആ വീട്ടുകാർ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യ്, രാവിലെ പോകാമെന്ന്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും കിടക്കാൻ വേണ്ടിയിട്ട് ബോല ഒരു റൂമും കാണിച്ചു കൊടുക്കുന്നു. ആ റൂമിലോട്ട് കയറിയ അനുജ ആകെ ടെൻഷനിലായിരുന്നു. അവൾ പറയുന്നുണ്ട്, നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത് അപകടമാണ്, നമുക്ക് പോകാമെന്ന്. എന്നാൽ നേഹ പറയുന്നു, പുറത്തോട്ട് ഇറങ്ങിയ കാടാണ്, വഴി പോലും മര്യാദയ്ക്ക് അറിയില്ല, അതുകൊണ്ട് രാവിലെ പോകാം, നീ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവരുടെ വാതിൽ ആരോ മുട്ടുന്ന സൗണ്ട് കേട്ട് രണ്ടുപേരും നല്ലപോലെ പേടിച്ചു. അനുജ പതുക്കെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ബോലയായിരുന്നു. വെള്ളം കൊണ്ടുവന്നതായിരുന്നു അയാൾ. അയാളുടെ നോട്ടമൊക്കെ കണ്ടിട്ട് നേഹയ്ക്ക് തീരെ പിടിച്ചില്ല. അവൾ വെറുതെ ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്ന് രാത്രി ഈ സെൻസസ് എടുക്കാൻ വന്ന വീട്ടിലാണെന്നും ആ സ്ഥലത്തിന്റെ പേരും ഏരിയയും എല്ലാം തന്നെ പറയുന്നു. തങ്ങൾ ഇവിടെ ഉണ്ടെന്ന് തങ്ങളുടെ വീട്ടുകാർക്ക് അറിയാമെന്ന് വെറുതെ ബോലയെ ഒന്ന് തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു. അവൾ ബോല അവിടുന്ന് പോയെന്ന് മനസ്സിലായതും നേഹ തന്റെ സഹോദരനെ വിളിച്ച് പറയുന്നുണ്ട്, താൻ ഇന്ന് വീട്ടിലേക്ക് വരില്ല, അനുജയുടെ വീട്ടിൽ നിൽക്കുകയാണെന്ന്. എന്നാൽ ഇതെല്ലാം തന്നെ ബോല ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കള്ളമാണെന്ന് അവളിന് മനസ്സിലായി. അവൻ ഓടിപ്പോയി അയാളോട് പറയുന്നുണ്ട്, ആ 2 പെൺകുട്ടികളുടെയും വീട്ടിലറിയില്ല അവർ ഇവിടെയാണെന്ന്, അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് പോയിക്കോട്ടെ എന്ന്. എന്നാൽ അയാൾ വേണ്ട എന്ന് പറയുന്നു. ഇതുപോലെ പെണ്ണുങ്ങളെ കിട്ടിയിട്ട് ഒരുപാട് നാളായി, ഇത്രയും നല്ലൊരു അവസരം കിട്ടിയതല്ലേ, ഞാനൊന്ന് പോയിക്കോട്ടെ എന്ന് അവൻ വീണ്ടും വീണ്ടും കെഞ്ചി ചോദിക്കുന്നു. എന്നാൽ അയാൾ സമ്മതിക്കുന്നില്ല. അവൻ ആകെ സങ്കടത്തിലായിരുന്നു. രാത്രിയിൽ നേഹ കിടന്നുറങ്ങിയെങ്കിലും അനുജ ആകെ ടെൻഷൻ അടിച്ച് അവിടെ തന്നെ ഉറങ്ങാതിരിക്കുകയാണ്. അതിനിടെ അവൾ ഒരു സൗണ്ട് കേട്ട് ജനലിലൂടെ നോക്കുമ്പോൾ അയാളാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെഡിലേക്ക് കയറി പോകുന്നത് കാണുന്നു. കുറച്ചു നേരം അത് തന്നെ ശ്രദ്ധിച്ചു നിന്ന് അവളാകട്ടെ എന്തോ കണ്ടു വല്ലാതെ ഭയപ്പെട്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നേഹയെ വിളിച്ച് നമുക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നു. നേഹ എന്താ സംഭവം എന്ന് ചോദിച്ച് ആകെ ബഹളം വയ്ക്കാൻ തുടങ്ങി. അനുജ പറയുന്നുണ്ട്, ഒരു സൗണ്ട് നീ ഉണ്ടാക്കരുത്, ഞാൻ പുറത്തൊരു ഡെഡ് ബോഡി കണ്ടു, ഒരു ഷെഡിനുള്ളിലാ കണ്ടത്, ആ മധ്യവയസ്കനും അവിടെ ഉണ്ടായിരുന്നു. ഇത് കേട്ടതും നേഹ ഞെട്ടി. അനുജ പറയുന്നുണ്ട്, ടെൻഷൻ അടിക്കേണ്ട, ഒരു സൗണ്ടും ഉണ്ടാക്കാതെ ആരും അറിയാതെ നമുക്ക് ഇവിടെ നിന്ന് പുറത്ത് കിടക്കാമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും ഒരു സൗണ്ടും ഉണ്ടാക്കാതെ ബാക്കിലെ വാതിലിന്റെ അടുത്തെത്തി. എന്നാൽ അത് താഴെ ഇട്ട് പൂട്ടിയിരിക്കുകയായിരുന്നു. താക്കോൽ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ആ മാജി കിടക്കുന്ന റൂമിലേക്ക് വന്നു. അവർ നല്ല ഉറക്കമാണെന്ന് കണ്ടതും പതിയെ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന താക്കോൽ എടുത്തു.
അവരുടെ കട്ടിലിന്റെ താഴെ തന്നെ ഒരു ടോർച്ച് ഇരിപ്പുണ്ടായിരുന്നു. അനുജ ശബ്ദമുണ്ടാക്കാതെ പോയി ആ ടോർച്ച് എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നേഹ ഒന്നുകൂടി അവളോട് ചോദിക്കുന്നുണ്ട്, ഉറപ്പായിട്ട് നീ ഡെഡ് ബോഡി കണ്ടോ എന്ന്. കാരണം ഈ രാത്രിയിൽ നമ്മൾ ഇറങ്ങിപ്പോയി വല്ല അപകടത്തിലും പെടും. ഇവിടെ തന്നെ നിന്നിട്ട് രാവിലെ പോകുന്നതല്ലേ നല്ലത്. എന്നാൽ അനുജ പറയുന്നു, ഞാൻ ഉറപ്പായിട്ടും കണ്ടു എന്ന്. അത് ആ ഷെഡിനുള്ളിലാ. സംഭവം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും സൗണ്ട് ഉണ്ടാക്കാതെ വാതിൽ തുറന്ന് ആ ഷെഡിന്റെ അടുത്തെത്തി. അത് തുറന്ന് അതിനുള്ളിൽ ലൈറ്റ് ഓണാക്കി അനുജ നോക്കുമ്പോൾ തറയിലാകട്ടെ മുറിച്ചിട്ടൊരു വിരൽ കിടപ്പുണ്ടായിരുന്നു. മാത്രമല്ല ആരോ അവളുടെ കാലിൽ കയറി പിടിക്കുകയും ചെയ്തു. പേടിച്ചു പോയ നേഹയും അനുജയും അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി. എങ്ങോട്ടെന്നറിയാതെ അവർ ആ കാട്ടിലൂടെ ഓടുകയായിരുന്നു. കൂറ്റാക്കൂരിട്ട് എവിടെയും ഒരു വെളിച്ചവുമില്ല. അവരങ്ങനെ നിൽക്കുമ്പോൾ ചുറ്റും നിന്നും ചെന്നായ്ക്കളുടെ മറ്റും വന്യജീവികളുടെ ഒക്കെ സൗണ്ടുകൾ കേൾക്കാൻ തുടങ്ങി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി അവരെ കടിച്ചു കീറുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. പേടിച്ചുപോയ അവരാകട്ടെ വീണ്ടും തിരിച്ച് ആ വീട്ടിലേക്ക് തന്നെ വരികയാണ്. തങ്ങൾ പുറത്തുപോയി എന്ന് ആരും അറിയണ്ട എന്ന് കരുതിയിട്ട് വാതിൽ അതുപോലെ തന്നെ പൂട്ടി ആ താക്കോൽ അവിടെ വെച്ചിട്ട് അവർ തങ്ങളുടെ റൂമിലേക്ക് കയറി. കയ്യിലുണ്ടായിരുന്ന ഫോണിന്റെ ചാർജും തീർന്നു. ചാർജറും കയ്യിലില്ല. ആരെയും സഹായത്തിന് പോലും വിളിക്കാൻ പറ്റാത്ത അവസ്ഥ. രാത്രി മുഴുവൻ അവർ പേടിച്ച് എങ്ങനെയൊക്കെയോ കഴിച്ചുകൂട്ടി. രാവിലെ അവരുടെ പ്രാർത്ഥന കേട്ടാണ് ഇവർ നെട്ടി ഉണരുന്നത്. ഉണർന്ന ഉടനെ പെട്ടെന്ന് സാധനങ്ങളെല്ലാം എടുത്തിട്ട് തങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവരിറങ്ങാൻ തുടങ്ങി. എന്നാൽ ബോലയാകട്ടെ അവരുടെ പിറകെ പോകുന്നുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി, നല്ല ആഹാരം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു. എന്നാൽ അവർ അതൊന്നും കേൾക്കാതെ പെട്ടെന്ന് വണ്ടിയിലേക്ക് ചെന്ന് കയറി. ഈ മധ്യവയസ്കൻ ഇതെല്ലാം തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ആ സ്ത്രീ ആകട്ടെ അയാളോട് പറയുന്നുണ്ട്, നീ അവരെ തടയുന്നില്ലേ എന്ന്. ഇല്ല, അവർ പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അയാൾ ആംഗ്യം കാണിക്കുന്നു. എന്നാൽ അവർ പറയുന്നു, രാത്രിയിൽ ആ 2 പെൺകുട്ടികളും പുറത്തുപോയി ആ ഷെഡിൽ അവർ പോവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് കേട്ടതോടുകൂടി അയാൾ ആകെ ടെൻഷനിലായി. പുറത്തേക്ക് ഇറങ്ങി വന്ന് അവരുടെ പിറകെ ഓടാൻ തുടങ്ങി. ബോല ഒരു സൈഡിൽ കൂടിയും ഇയാൾ ഒരു സൈഡിൽ കൂടിയും. ഇത് കണ്ടതോടുകൂടി നേഹയും ആകെ പാനിക്കാവുന്നു. അവർ എത്രയൊക്കെ സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ടും ഇയാൾ കൈയോടെ അവരെ പിടികൂടി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച് നേഹയുടെ തലയിലേക്ക് ബോല ഒരു കല്ലെടുത്തെറിഞ്ഞു. അങ്ങനെ രണ്ടുപേരെയും അവശ നിലയിലാക്കി. അവരെ തങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പെൺകുട്ടികൾക്ക് ബോധം വരുമ്പോൾ അവർ എവിടെയാണെന്ന് പോലും അവർക്കറിയില്ലായിരുന്നു. ഇരുട്ട് മൂടിയ ഒരു അറയിലാണ് അവർ കിടക്കുന്നത്. അനുജ നോക്കുമ്പോൾ അതൊരു ബേസ്മെന്റ് ആണെന്ന് മനസ്സിലായി. അനുജ അവിടെ ഉണ്ടായിരുന്ന കോണി വഴി മുകളിലേക്ക് കയറി നോക്കി. ഇപ്പോഴും വീടിനുള്ളിൽ തന്നെയാണ്. അതിന്റെ ഉള്ളിൽ അടച്ചിട്ട ബേസ്മെന്റിലാണ് തങ്ങളിപ്പോൾ. അവൾ പതിയെ നേഹയെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു. ഇവരുടെ ഈ ബഹളമെല്ലാം തന്നെ പുറത്തു നിന്നുകൊണ്ട് എല്ലാവരും കേൾക്കുന്നുണ്ടായിരുന്നു. ബോല വന്ന് അയാളോട് പറയുന്നുണ്ട്, ഭയ്യ ഞാൻ ഇനിയെങ്കിലും അവരുടെ അടുത്തേക്ക് പോയിക്കോട്ടെ എന്ന് ഒന്ന് സമ്മതിക്കാൻ. എന്നാൽ അയാൾ സമ്മതം കൊടുക്കുന്നതേ ഇല്ല. ഇവിടെ നേഹ ആകെ വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അനുജയെ അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നീ കാരണമാണ് നമ്മൾ ഈ അവസ്ഥയിൽ വന്നത്. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇവിടേക്ക് വരണ്ട എന്ന്. എന്നാൽ അനുജ ഒരു വിധത്തിൽ നേഹയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന് അവൾ പറയുന്നു. അതേസമയം അനുജയെ വിളിച്ചിട്ട് ഒരു വിവരവും ഇല്ലാത്ത കാരണം അവളുടെ ഫിയാൻസെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. താമസിക്കുന്നിടത്ത് അവളെ കാണാത്ത കാരണം അയാൾ ആകെ ടെൻഷനിലായി. നേഹയുടെ സഹോദരനും നേഹയെ അന്വേഷിച്ച് അനുജ താമസിക്കുന്നിടത്ത് വന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് മിസ്സിംഗ് ആണെന്ന് മനസ്സിലായതോടുകൂടി അവർ പല വഴിക്ക് അന്വേഷിക്കാൻ തുടങ്ങി. ഇവിടെ അനുജ റൂം എല്ലാം തന്നെ നല്ലപോലെ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നു പ്രേരണയുടെ പ്രസവം മുഴുവൻ നടക്കുന്നത് ഈ മുറിയിൽ വെച്ചിട്ടാണെന്ന്. അവിടെ അതിനുവേണ്ടിയുള്ള പല സാധനങ്ങളും ഇരിപ്പുണ്ടായിരുന്നു. പ്രസവിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ എല്ലാം ഇവർ കൊല്ലുകയാണ് ചെയ്യുന്നത്. നമ്മളെ പോലെ തന്നെ ഇവിടെ വന്ന് പെട്ടുപോയ പെൺകുട്ടിയായിരിക്കും പ്രേരണ. അവളെ ആ രണ്ടുപേരും ചേർന്നിട്ട് ക്രൂരമായി റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം തന്നെ അവർ കൊന്നുകളയും. ഇതെല്ലാം കേട്ടതോടുകൂടി നേഹ ആകെ പേടിക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അവർക്ക്. അവർ താഴേക്ക് ഇറങ്ങി വന്നാൽ അവരെ അടിച്ചിട്ടിട്ടായാലും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. അങ്ങനെ കുറെ നേരം അവരാകട്ടെ ഡോറിന് പോയിട്ട് മുട്ടാൻ തുടങ്ങി. ഞങ്ങളെ പുറത്തു വിടൂ എന്ന് പറഞ്ഞ് ദേഷ്യം വന്ന അയാളാകട്ടെ താഴേക്ക് ഇറങ്ങി വരുന്നു. ഇവർ രണ്ടുപേരുടെയും കയ്യിൽ ഒരു വടിയുമായിട്ട് അവിടെ ഒളിച്ചിരിക്കുന്നു. എന്നാൽ അവർ വിചാരിച്ച പോലെ അയാൾ അവർക്ക് അടിക്കാനോ കീഴ്പ്പെടുത്താനോ ഒന്നും തന്നെ സാധിച്ചില്ല. ബോലയും അയാളും ചേർന്നിട്ട് അവരെ രണ്ടുപേരെയും കെട്ടിയിട്ടു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു പ്രേരണ. അയാൾ മുകളിലേക്ക് കയറി വന്ന ശേഷം ആ മാജിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി ചിരിക്കുന്നു. ഇവരെ നോക്കി ചിരിക്കുന്നു. അത് കണ്ടതും അവരാകട്ടെ പ്രേരണയെ കണ്ണു കാണിക്കുന്നു. അയാൾ അവളുടെ പിറകെ പോയി അവിടെ വെച്ച് അയാൾ അവളെ റേപ്പ് ചെയ്യുന്നു. അവൾക്ക് അത് ശീലമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്യാൻ പറയുന്നു അതിനെല്ലാം അവൾ സമ്മതിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിയുമ്പോൾ അവർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ബോല അവിടേക്ക് ഇറങ്ങി വരുന്നു. നേഹയുടെ വായിലേക്ക് അവൻ ആഹാരം വെച്ച് കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ അവളുടെ ചുണ്ടിലും മറ്റും തൊടുന്നുണ്ടായിരുന്നു. ഇത് കണ്ടതോടെ നേഹ പേടിക്കാൻ തുടങ്ങി. തനിക്ക് ആഹാരം വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ ബഹളം വെക്കുന്നു. എന്നാൽ ദേഷ്യം വന്ന അവനാകട്ടെ അവളെ പിടിച്ചു വെച്ച് അവളുടെ വായിലേക്ക് ആഹാരം കുത്തിക്കയറ്റുകയാണ്. നേഹ അവനെ ഉപദ്രവിച്ചത് കണ്ടിട്ട് അനുജ തടയാൻ വേണ്ടിയിട്ട് അവനെ ചവിട്ടുന്നു. അവൻ തിരിച്ച് അനുജയെ ഒരുപാട് ഉപദ്രവിച്ചു. ബോല പോയി കഴിഞ്ഞ് കുറച്ചു കഴിയുമ്പോൾ സ്ഥലകാലബോധം വീണ്ടെടുത്ത അനുജ
അനുജ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അന്വേഷിക്കുന്നു. അവിടെ റൂമിന്റെ സൈഡിലായിട്ട് ചെറിയ രീതിയിൽ വെള്ളം വരുന്നത് അവൾ കാണുന്നുണ്ട്. ഒരു ചെറിയ ഹോളും അവിടെ ഉണ്ടായിരുന്നു. അതുവഴി നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് അവൾ നേഹയോട് പറയുന്നു. അത് ചെറിയൊരു ടണലാണ്. രണ്ടും കൽപ്പിച്ച് നേഹ മുന്നേ തന്നെ പോയി പിറകെ കഷ്ടപ്പെട്ട് അനുജയും അവളുടെ കാലിനൊക്കെ നല്ലപോലെ പരിക്ക് പറ്റിയത് കാരണം നല്ലപോലെ അവൾക്ക് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ടണലിൽ ചെന്ന് കയറുന്നതാട്ടെ ഒരു ചെറിയ വെള്ളക്കെട്ടിൽ. നേഹ പതിയെ ആ വെള്ളത്തിൽ കൂടി പുറത്തേക്ക് കടന്നു. ആ സമയത്ത് നേഹയും അനുജയും അന്വേഷിച്ച് നേഹയുടെ സഹോദരൻ അവിടെ എത്തിച്ചേർന്നുണ്ടായിരുന്നു. അയാൾ നേരെ ആ വീട്ടിലേക്ക് ചെന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, 2 പെൺകുട്ടികൾ ഇവിടെ വന്നിരുന്നോ? എന്നാൽ ഈ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് നേഹ ആകെ പേടിച്ച് മറ്റൊരിടത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. അവൾ ഒരു നിമിഷം പോലും പുറത്തേക്ക് ഇറങ്ങി നോക്കിയിട്ടില്ല അതാരാണെന്ന്. അവളുടെ സഹോദരൻ ചോദിക്കുമ്പോൾ ബോല പറയുന്നുണ്ട് ഇവിടെ ആരും വന്നിട്ടില്ല എന്ന്. അതേസമയം അനുജ കഷ്ടപ്പെട്ട് ഇഴഞ്ഞിഴഞ്ഞ് മറ്റൊരു സൈഡിലേക്ക് പോവുകയായിരുന്നു. അവൾ എത്തിയിരിക്കുന്നത് വീടിന്റെ മറ്റൊരു സൈഡിലാണ്, നേഹ വേറൊരു സൈഡിലും. ഇവിടെ ആരും വന്നിട്ടില്ലെന്ന് ബോല പറഞ്ഞതോടുകൂടി നേഹയുടെ സഹോദരൻ അവിടെ നിന്നും തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിലേക്ക് കയറി. എന്നാൽ അയാൾ തറയിൽ ഒരു സാധനം കിടക്കുന്നത് കാണുന്നു. നേഹയുടെ ബാഗിൽ അയാൾ കുറച്ച് ദിവസം മുമ്പ് കണ്ട അതേ കീച്ചെയിൻ തന്നെയായിരുന്നു അത്. അതിൽ നിന്ന് അയാൾക്ക് മനസ്സിലായി അവൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ഇവർ എന്തൊക്കെയോ ഒളിപ്പിക്കുകയാണെന്ന്, കള്ളം പറയുകയാണ്. അയാൾ രണ്ടും കൽപ്പിച്ച് വീടിനുള്ളിലേക്ക് പോകുന്നു. പെൺകുട്ടികൾ എവിടെയെന്ന് പറഞ്ഞ് അയാൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയതോടുകൂടി അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന്. ബോല ബാക്കിലൂടെ വന്നിട്ട് അയാളുടെ തലക്കടിച്ചു. തറയിലേക്ക് വീണ നേഹയുടെ സഹോദരന്റെ തലയിലേക്ക് ആ മധ്യവയസ്കൻ ആഞ്ഞടിക്കാൻ തുടങ്ങി. അതിക്രൂരമായിട്ടാണ് അയാൾ അയാളുടെ തലയോട്ടി തകർത്ത് അയാളെ കൊല്ലുന്നത്. അതേസമയം ഇഴിഞ്ഞുപോയ അനുജാകട്ടെ ആ ഒരു ഷെഡിൽ എത്തിയിരുന്നു. അതിനുള്ളിൽ അവശനിലയിൽ ഒരാൾ കിടക്കുന്നുണ്ടായിരുന്നു. മൂവിയുടെ തുടക്കത്തിൽ വെള്ളം ചോദിച്ച് ഈ വീട്ടിലേക്ക് കയറിപ്പോയ അതേ ആള് തന്നെയായിരുന്നു അത്. ഒരു സ്ത്രീയുടെ കരച്ചിൽ ഞാൻ അവിടെ നിന്ന് കേട്ടിരുന്നു എന്നാണ് അയാൾ പറയുന്നത്. അയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലായിരുന്നു. തൽക്കാലം അയാളുടെ കയ്യിലെയും കാലിലെയും കെട്ടുകളെല്ലാം തന്നെ അവൾ അഴിച്ചു. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ട് സഹായമായി തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി. ഇവിടെ സ്വന്തം സഹോദരനെയാണ് അവർ അടിച്ചിട്ടിരിക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ നേഹ ആകട്ടെ അയാളുടെ അടുത്തേക്ക് ഓടി വന്നതും അവർ കൈയോടെ അവളെ പിടിച്ചു. ബോല അവളെ വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മറ്റേയാളാകട്ടെ നേരെ അനുജയുടെ പുറകെയായിരുന്നു. ആ ഷെഡിനുള്ളിൽ അവൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അയാൾ ഷെഡിനുള്ളിലേക്ക് കയറി. അവൾ അതിന്റെ അടിയിലൂടെ രക്ഷപ്പെട്ടു പോകാൻ തുടങ്ങിയതും അവളുടെ കാലിൽ കയറി അയാൾ പിടിക്കുന്നു. അതിനുള്ളിൽ അവശനിലയിൽ കിടന്ന അയാളാകട്ടെ അനുജയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ മധ്യവയസ്കന്റെ കാലിൽ കയറി പിടിക്കുന്നു. ദേഷ്യം വന്ന അയാൾ അവശനിലയിൽ കിടന്ന അയാളുടെ തലയിലേക്ക് ഒരു കമ്പി കൂടി കുത്തിക്കയറ്റി ആ മധ്യവയസ്കൻ അയാളെയും കൊന്ന് രക്ഷപ്പെട്ടു പോയ അനുജയുടെ പിറകെ പോയി. അയാൾ പിടിക്കുകയും ചെയ്തു. അവശനിലയിലായ അവളാകട്ടെ വേറെ വഴിയില്ലാതെ അയാളുടെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. നേഹയെ കൊണ്ടുപോയി ഒരു റൂമിൽ പൂട്ടിയിട്ട ശേഷം ബോല വന്ന അയാളോട് ചോദിക്കുന്നുണ്ട്, ഇനിയെങ്കിലും ഞാനൊന്ന് ചെയ്തോട്ടെ എന്ന്. ഇത്തവണ അയാൾ അനുവാദം കൊടുക്കുന്നു. അവൻ സന്തോഷത്തോടുകൂടി കരഞ്ഞുകൊണ്ട് അയാളുടെ കാലിൽ പിടിച്ച് നന്ദി അറിയിച്ച ശേഷം ഓടിപ്പോയി. അവൻ കുളിച്ച് സുന്ദരനായ പോലെ വരുന്നത് കണ്ടപ്പോഴേ തന്നെ അവന്റെ ഉദ്ദേശം എന്താണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ രണ്ടും കൽപ്പിച്ച് അതിക്രൂരമായിട്ട് അവളെ അവൻ ഉപദ്രവിക്കുകയും അവളെ റേപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒടുവിൽ തടയാൻ പോലും ശക്തിയില്ലാതെ എല്ലാം സഹിച്ച് നേഹ അവിടെ തന്നെ കിടന്നു. ഇവളുടെ നിലവിളിയെല്ലാം കേട്ട് അനുജയ്ക്ക് മനസ്സിലായി ബോല അവളെ ഉപദ്രവിച്ചു. അവൾ ഇത് കണ്ട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയതോടുകൂടി അയാൾ വന്ന് അവളുടെ ശരീരത്തിലെല്ലാം തന്നെ മുറിവുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ബ്ലേഡ് കൊണ്ട് അവളുടെ ചെവി പോലും അയാൾ മുറിച്ചു. അതിക്രൂരമായിട്ടാണ് ഇവരെ രണ്ടുപേരെയും അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം രാത്രിയായി. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നൊരു ചിന്ത മാത്രമേ അനുജയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. നേഹ അപ്പോഴും അവശനിലയിൽ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ജനലിന്റെ ഇടയിൽ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അതുവഴി എങ്ങനെയൊക്കെയോ അനുജ പുറത്തിറങ്ങി. കയ്യിലുണ്ടായിരുന്ന ടോർച്ചും കൊണ്ടാണ് അവൾ പോകുന്നത്. പുറത്തിറങ്ങി അവളാകട്ടെ ബോല കന്നാലയിൽ കെട്ടിയിരിക്കുന്ന ചെറിയൊരു കൂട് കത്തിക്കുന്നു. ഇത് കണ്ട് പേടിച്ചു പോയ അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്ന് ആ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും തന്നെ നടന്നില്ല. അനുജയുടെ പണിയാണ് ഇതെന്ന് അവർക്ക് മനസ്സിലായി. അവൾ പുറത്തു കടന്നു എന്ന് മനസ്സിലാക്കിയ ബോല അവളെ അന്വേഷിച്ചിറങ്ങി. ടോർച്ചിന്റെ വെളിച്ചം കണ്ട ഭാഗത്തേക്ക് അവൻ ഓടിപ്പോയി. ഈ ബഹളമെല്ലാം കേട്ട് ബോധം വന്ന നേഹ ഇതെല്ലാം നോക്കിയിരിക്കുകയായിരുന്നു. ആ സമയത്ത് പ്രേരണ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവൾക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നു. എന്നെ ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷിക്കുമോ എന്ന് നേഹ പ്രേരണയോട് പറയുന്നു. എന്നാൽ പ്രേരണ പറയുന്നുണ്ട്, അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നമുണ്ടാക്കും, എനിക്ക് ഒരുപാട് തല്ല് കിട്ടും. ആ മധ്യവയസ്കൻ പ്രേരണയുടെ അച്ഛനായിരുന്നു. ആ സ്ത്രീ അവളുടെ അമ്മൂമ്മയും. ബോലയ്ക്ക് ഇവരുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ഈ മൂവിയിൽ പറയുന്നില്ല. സ്വന്തം അച്ഛൻ തന്നെയാണ് ഈ മകളെ അതിക്രൂരമായിട്ട് റേപ്പ് ചെയ്യുന്നതെന്നും അവളെ പ്രഗ്നന്റ് ആക്കുന്നതെന്നും ആ കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയുന്നതെന്നും നേഹ ശരിക്കും ഷോക്കിലായിപ്പോയി. അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് തന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ. എന്നാൽ അച്ഛൻ അറിഞ്ഞാൽ തന്നെ തല്ലുമെന്നും അച്ഛൻ പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ആഹാരമൊക്കെ തരുമെന്നും അവൾ പറയുന്നു. തൽക്കാലം അവളെ രക്ഷിക്കാൻ ഒരു വകുപ്പും ഇല്ല എന്ന് പറഞ്ഞിട്ട് പ്രേരണ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നേഹ വീണ്ടും നിലവിളിച്ച് കരയാൻ തുടങ്ങി. കുറെ നേരം കഴിഞ്ഞപ്പോൾ പ്രേരണയ്ക്ക് കഷ്ടം തോന്നിയിട്ട് അവൾ ആ ഡോറിന്റെ ലോക്ക് തുറന്നിട്ടു. അതേസമയം അനുജയെ അന്വേഷിച്ചു പോയ ബോല കാണുന്നതാകട്ടെ ഒരു ടോർച്ച് ഒരിടത്ത് കിടന്ന് മിന്നുന്നതാണ്. ബോലയെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അനുജ അത് അവിടെ ഇട്ടതാണ്. അനുജയെ തിരഞ്ഞ് അവിടെ എല്ലാം നടന്ന അവനെ ബാക്കിലൂടെ പോയി അനുജ ആക്രമിക്കുന്നു. കുറച്ചു നേരത്തെ ശ്രമത്തിനൊടുവിൽ എങ്ങനെയൊക്കെയോ അവനെ അവൾ അടിച്ചു വീഴ്ത്തി. എഴുന്നേൽക്കാൻ പറ്റാതെ കിടന്ന അവന്റെ അടുത്തേക്ക് ചെന്നായ്ക്കൾ വരുന്നത്
കണ്ടിട്ട് അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആ ചെന്നായ്ക്കൾ അവനെ കടിച്ചു കീറുന്നുണ്ടായിരുന്നു. അതിന്റെ നിലവിളി ഈ വീട്ടിലുള്ള എല്ലാവരും തന്നെ കേട്ടു. പ്രേരണ രക്ഷപ്പെടാൻ സഹായിച്ചതോടുകൂടി നേഹയും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. നേരം വെളുക്കാറായി. അവൾ ഓടി പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് അനുജയുടെ കയ്യിൽ ഒരു വടിയുമായിട്ട് വരുന്നതാണ്. അനുജ കയ്യിൽ ഒരു വടിയുമായിട്ട് വരുന്നതാണ്. താൻ പോലെ കൊന്നു എന്നുള്ള കാര്യം അവൾ പറയുന്നു. ഇത് കേട്ട് നേഹ ശരിക്കും ഞെട്ടി. അയാളെ ഞാൻ വെറുതെ വിടില്ല എന്ന് അവൾ പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് നേഹ പറയുന്നു. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, പ്രേരണ നമ്മളെ പോലെ ഇവിടെ വന്ന് പെട്ടുപോയ പെൺകുട്ടിയല്ല. അത് അയാളുടെ സ്വന്തം മകളാണ്. സ്വന്തം മകളെയാണ് അയാൾ ഇത്രയും കാലമായിട്ട് റേപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കേട്ടതോടെ അനുജയ്ക്ക് അയാളെ കൊല്ലാനുള്ള ദേഷ്യം ഇരട്ടിയായി മാറി. നേഹ ആദ്യം അവളോട് ആ വീട്ടിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞെങ്കിലും നിന്നോടും പ്രേരണയോടും ഒക്കെ ചെയ്തതിന് അയാളോട് പകരം വീട്ടണമെന്ന് അനുജ പറയുന്നു. അവസാനം നേഹ അവളുടെ കൂടെ പോയി. വീട്ടിലെത്തിയ അവരാകട്ടെ അയാളെ ആക്രമിക്കുകയാണ്. ഒരുപാട് നേരത്തെ ശ്രമത്തിലൊടുവിലാണ് അനുജയ്ക്ക് അയാളെ ഒന്ന് അടിച്ചു വീഴ്ത്താൻ പോലും കഴിഞ്ഞത്. അത് തടയാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ അവിടെ ഇഴഞ്ഞിഴഞ്ഞു വരുന്നുണ്ടായിരുന്നു. നേഹ സർവ്വധൈര്യവും സംഘടിപ്പിച്ച് അവരുടെ കഴുത്തിലേക്കും ഒരു കത്തി കുത്തി കയറ്റി സ്വന്തം കൊച്ചുമകളെ ക്രൂരമായി റേപ്പ് ചെയ്യാൻ അയാളുടെ അമ്മ തന്നെ അയാളെ സപ്പോർട്ട് ചെയ്തു നിന്നിരിക്കുന്നു. ഇവർ ഇതെല്ലാം ചെയ്യുന്നത് അവിടെ നിന്ന് പ്രേരണ നോക്കി കാണുന്നുണ്ട്. അങ്ങനെ തങ്ങളെ ഉപദ്രവിച്ച എല്ലാവരെയും കൊന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയായിരുന്നു അവർ രണ്ടുപേർക്കും നല്ല രീതിയിൽ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഈ മൂവി തീരുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം കൂടി നമ്മളെ എഴുതി കാണിക്കുന്നു. ഏകദേശം 20 വർഷമായിട്ട് ഈ കുടുംബം ഇവിടെ താമസിക്കുകയാണ്. പ്രേരണയെ അവളുടെ അച്ഛൻ ക്രൂരമായി ചെറുപ്പം മുതലേ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 8 കുഞ്ഞുങ്ങളോളം അവൾക്ക് ജനിച്ചു. 7 പേരെയും അവർ കൊന്നു. ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ ജീവനുണ്ടായില്ല. ആദ്യമായിട്ട് ഇവർ കൊന്നത് പ്രേരണയുടെ അമ്മയെ തന്നെയായിരുന്നു. അതിനുശേഷം ഏകദേശം 13 പേരെ ഇവർ ക്രൂരമായി കൊന്നു. അതിൽ 9 പേരെ ക്രൂരമായി റേപ്പ് ചെയ്തു. ഇവരുടെ അടുത്തു നിന്നും രക്ഷപ്പെട്ടത് അനുജയും നേഹയും മാത്രമാണ്. ഇവിടെയാണ് ഈ മൂവി അവസാനിക്കുന്നത്. മഹാരാഷ്ട്രയിൽ യഥാർത്ഥത്തിൽ നടന്ന സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത ഒരു മൂവിയാണത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് താഴെ കമന്റ് ചെയ്യണേ. ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അരികിലേക്ക് ഉടൻ തന്നെ എത്തുകയുള്ളൂ. സോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.